ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ നോമ്പ് തുറക്കുമ്പോഴൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. മുട്ടയോ ബീഫോ ചിക്കനോ ഒന്നും തന്നെ വേണ്ട കേട്ടോ ഇത് റെഡിയാക്കാനായിട്ട്. ഉണ്ടാക്കാനോ വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കണം നോക്കാം. അപ്പോൾ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ട് വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം ഇവിടെ ഒരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് വലിയ ജീരകം ഇട്ട് കൊടുക്കുക. അതൊന്ന് പൊട്ടി വന്ന് വെച്ചാൽ ഒരു മീഡിയം സൈസിലുള്ള ഒരു 2 സവാളേന് ചെറുതായി കട്ട് ചെയ്തതാണ്, അതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. അര ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അതൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂണ് മുളക് പൊടിയും 1 ടീസ്പൂണ് മീറ്റ് മസാല എന്നിവയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ആ റോസ് സ്മെല്ലൊക്കെ മാറണ വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു മീഡിയം സൈസിലുള്ള 2 ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിനെയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ കേബേജും ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഒന്ന് ജസ്റ്റ് കളർ ചേഞ്ച് ആയി കഴിഞ്ഞ് വെച്ചാൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂണ് സോയാ സോസും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ് എന്നിവ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഉരുളക്കിഴങ്ങ് 4/1 ഭാഗം വേവിച്ചത് എടുത്തതാണ് കേട്ടോ. അപ്പോൾ 4/1 ഭാഗമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഓപ്ഷനല്ലാണ്ട് വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ ഉരുളക്കിഴങ്ങ്. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്താൽ ഫില്ലിങ് റെഡി. ഇനി നമുക്ക് ഒരു ബ്രെഡിൻ്റെ സ്ലൈസ് ഇതുപോലെ വെള്ളത്തിൽ, നോർമലായിട്ടുള്ള വെള്ളമാണ് കേട്ടോ, അതിൽ ഡിപ്പ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് ബ്രെഡിൻ്റെ നടുവിലായിട്ട് കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫില്ലിങ് പുറത്ത് വരാത്ത രീതിയിൽ കവർ ചെയ്ത് കൊടുത്ത് വെച്ചാൽ ഒരു ബോൾസ് പോലെ ആക്കിയെടുക്കുക. പെട്ടെന്ന് തന്നെ ആക്കിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അങ്ങനെ ഇതവിടെ എല്ലാം ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ബ്രെഡ് വെള്ളത്തിൽ ഡിപ്പ് ചെയ്യുന്ന ടൈമിൽ പെട്ടെന്ന് തന്നെ ഡിപ്പ് ചെയ്തെടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ബ്രെഡ് പൊടിഞ്ഞു പോകും, കുതിർന്ന് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഡിപ്പ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ എടുത്ത് ആ വെള്ളം ഒന്ന് അമർത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ വെള്ളം മൊത്തമായിട്ട് പോയി കഴിഞ്ഞ് വെച്ചാൽ ബ്രെഡിൻ്റെ നടുവിലായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫില്ലിങ് പുറത്ത് വരാത്ത രീതിക്ക് വേണം കവർ ചെയ്ത് കൊടുക്കാൻ, ഇല്ലെങ്കിൽ പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരിലാരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ ഇവിടെ എല്ലാം ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇവിടെ ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്, അതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഓൾറെഡി ബ്രെഡ് ചെറുതായിട്ടൊരു നനവുണ്ടാകുമല്ലോ, അത് മാറിക്കിട്ടാനാണ് കേട്ടോ ക്രംസിലൊന്ന് ഡിപ്പ് ചെയ്യുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് മുട്ടയിൽ ഡിപ്പ് ചെയ്യണമെങ്കിൽ ചെയ്യാം, അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ക്രംസിൽ ഡിപ്പ് ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ ഡിപ്പ് ചെയ്തിട്ട് നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് എണ്ണ ചൂടാക്കുക. അതിലേക്ക് നമുക്ക് ഇത് ഓരോന്നോരോന്നായി ഇട്ട് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പെട്ടെന്ന് തിരിച്ചിടണ്ട കേട്ടോ, പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഒരു ഭാഗം കുറച്ച് ആയതിനു ശേഷം തിരിച്ചും മറിച്ചിട്ട് ഒരു ഗോൾഡ് കളറൊക്കെ ആയി വെച്ച് നമുക്ക് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ സ്നാക്സ്. വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സാണ്. വീട്ടിൽ മുട്ടയും ബീഫും ചിക്കനോ ഒന്നും ഇല്ലെങ്കിൽ പോലും വീട്ടിലുള്ള വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് വീട്ടിൽ അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോസും വ്ളോഗുകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.